നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ 5 താലൂക്കുകളിലായി നിലവിൽ 11 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ക്യാമ്പുകളിൽ 54 കുടുംബങ്ങളാണ് ഉള്ളത്. ഇതിൽ 72 പുരുഷന്മാരും 79 സ്ത്രീകളും 37 കുട്ടികളും ഉൾപ്പെടുന്നു. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ആലുവയിൽ ജനസേവയിൽ നിന്നും കാണാതായ 3 പെൺകുട്ടികളെ കൊരട്ടി പോലീസ് കണ്ടെത്തി ആലുവ പോലീസിന് കൈമാറി. വ്യാഴാഴ്ച പുലർച്ചെയോടെ 15ഉം 16ഉം 18ഉം പ്രായമുള്ള പെൺകുട്ടികളെ കാണാതായെന്നുള്ള വിവരം ആലുവ പോലീസ് മറ്റ് സ്റ്റേഷനിലേക്ക് അറിയിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്ന് 1 വർഷം. നേതാവിന്റെ സ്മരണയിൽ കോൺഗ്രസ് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ പുള്ള് മനക്കൊടി റോഡിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചു. പാടശേഖരങ്ങളിൽ വെള്ളമുയർന്ന് റോഡിന് മുകളിലൂടെ കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് നടപടി. അന്തിക്കാട് പോലീസ് ഇടപെട്ടാണ് ഇതുവഴി ഗതാഗതം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. വീടിനുള്ളിൽ വ്യാജചാരായം നിർമ്മിക്കുകയായിരുന്നയാളെ ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി. പരിയാരം വേളുക്കര പുതുശ്ശേരി വീട്ടിൽ വർഗീസാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും 100 ലിറ്റർ വാഷ്, 2 ലിറ്റർ ചാരായം, വാറ്റുപകരണങ്ങൾ എന്നിവയും പിടിച്ചെടുത്തു. ശക്തമായ മഴയിൽ ഏത്തവാഴ കൃഷി നശിക്കുന്നു. പറവൂരിലെ കർഷകർ ദുരന്തത്തിൽ. കുലച്ച് പകുതി മൂപ്പായതും കുലയ്ക്കാത്തതുമായ ഏത്തവാഴകളാണ് വെള്ളക്കെട്ട് മൂലം നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. അളഗപ്പ നഗർ പയ്യാങ്കരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. പയ്യാക്കര മാപ്രാണി ജോയിയുടെ ഓടിട്ട വീടാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. വീടിന്റെ അടുക്കള വശം പൂർണ്ണമായും നിലംപൊത്തി. ജോയിയും ഭാര്യയും 2 മക്കളുമാണ് വീട്ടിൽ താമസം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ BJP അംഗം അഡ്വക്കേറ്റ് DT വെങ്കടേശ്വരൻ കൗൺസിലർ സ്ഥാനം രാജിവെച്ചു. അഭിഭാഷകനായ തന്റെ ജോലി തിരക്കുകൾ മൂലം കൗൺസിലർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ തൃപ്തനല്ലാത്തതിനാലാണ് രാജിയെന്ന് വെങ്കടേശ്വരൻ പറഞ്ഞു. മാള സൊക്രോസോ കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. +2 പരീക്ഷയിൽ 1200 മാർക്ക് നേടിയ ഇഷാലക്ഷ്മി, എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.